നാട്ടിൽ ജയിക്കാൻ കോൺഗ്രസ് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു സീറ്റിനു വേണ്ടി പോലും ഒരു ഭീകര സംഘടനയുമായി കൈകോർക്കാൻ കോൺഗ്രസ് തയ്യാറായി. കർണാടകയിലെ ബലഗാവിൽ തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു മോദിയുടെ ഗുരുതരമായ ആരോപണം. കോൺഗ്രസ് നിങ്ങളുടെ വസ്തുവകകളും ആഭരണങ്ങളും മാത്രമല്ല താലിമാല പോലും തട്ടിയെടുക്കും. അവർക്ക് താൽപര്യമുള്ള വോട്ടർമാർക്ക് അവ വിതരണം ചെയ്യുമെന്നും മോദി പറഞ്ഞു. जिसने वोट के लिए पीएफआई जो आतंकवाद को पनाह देने वाला देश विरोधी संगठन जिस पर मोदी सरकार ने प्रतिबंध लगा दिया है, ऐसे पीएफआई आतंकी संगठन का चुनाव में मदद करने के लिए, उनकी मदद लेने के लिए वायनाड में एक सीट जीतने के लिए आप उसको सरेंडर कर रहे हो कि वो चुनाव अगर जीत गए तो पूरे देश का एक्सरे करेंगे, आपकी प्रॉपर्टी का एक्सरे किया जाएगा, बैंक के लॉकर का एक्सरे किया जाएगा, महिलाओं के पास स्त्री धन कितना है, गहने कितने हैं, सोना कितना है, मंगलसूत्र कहां पड़ा है, इसका एक्सरे किया जाएगा। आपकी संपत्ति पर कब्जा करने के बाद कांग्रेस इसे रीडिस्ट्रीब्यूशन की बातें कर रही है, अपनी पसंदीदा वोट बैंक को देना चाहती है. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് സുവി വിശ്വനാഥ് ചേരുന്നുണ്ട്. സുവി, ഗുരുതരമായ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രി. ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ വിജയിക്കുന്നതിന് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ സംഘടനയുടെ സഹായം തേടിയിരിക്കുന്നു. അതായത് രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്ന് പറയുകയാണ് പ്രധാനമന്ത്രി. അഭിലാഷ്, കഴിഞ്ഞ ദിവസമാണ് രൂക്ഷമായ വിമർശനവുമായി പ്രധാനമന്ത്രി കോൺഗ്രസിനെ ആക്രമിച്ചത്. ദക്ഷിണേന്ത്യയിൽ ഒരു രാജ്യമുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മോദിയുടെ ആക്രമണം. അതിന് തുടർച്ചയായി ഇന്നിപ്പോൾ വീണ്ടും വലിയ തോതിലുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വയനാട്ടിൽ മത്സരിച്ച് വിജയിക്കുന്നതിനു വേണ്ടി നിരോധിത സംഘടനയായ PFIയുടെ സഹായം രാഹുൽ ഗാന്ധി കോൺഗ്രസ് തേടി എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. കർണാടകയിലെ ബലഗാവിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. പ്രത്യേകിച്ചും കർണാടകയിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കും, അതായത് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് BJP മത്സരിക്കാൻ ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണ 28ൽ 25 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. നോർത്ത് കർണാടകയിലായിരുന്നു ഇന്ന് നരേന്ദ്രമോദിയുടെ റാലി നടന്നത്. ആ റാലിക്കിടെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ ആരോപണങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താലിമാല ഉൾപ്പെടെ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ താലിമാല ഉൾപ്പെടെ കവരുകയും അത് തങ്ങൾക്കിഷ്ടപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും എന്നൊരു വിമർശനവും മോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കോൺഗ്രസിനെ വലിയ തോതിൽ കടന്നാക്രമിച്ചുകൊണ്ടുള്ള രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അല്ലെങ്കിൽ വിമർശനങ്ങളാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. മൂന്നാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ വംശീയ അധിക്ഷേപം ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തെ, കോൺഗ്രസിനെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ആരോപണങ്ങളാണ് മോദി ഉന്നയിക്കുന്നത്. ഏറ്റവും ഗുരുതരമായ ആരോപണം, നിരോധിത സംഘടനയായ PFIയുടെ വോട്ടുകൾ വിജയിക്കുന്നതിനു വേണ്ടി വാങ്ങിച്ചു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. വയനാട്ടിൽ വിജയത്തിന് വേണ്ടി വാങ്ങിച്ചു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്.